ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു സ്റ്റഡി വിത്ത് നൂർജഹാൻ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് മൈക്രോസ്കോപ്പി പാർട്ട് 3 ആണ്. പാർട്ട് 3 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പാണ്. ഓക്കെ, ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞു ബ്രൈറ്റ് ഫീൽഡ്, അതായത് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട്, അതായത് ബ്രൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ എന്ത് ചെയ്യുന്നു, ഡാർക്ക് സ്പെസിമെൻ ഇരിക്കുന്നു. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ്. ഡാർക്ക് ആയിട്ടുള്ള ഫീൽഡ്, അതായത് ബാക്ക്ഗ്രൗണ്ടിൽ ബ്രൈറ്റ് ആയിട്ടുള്ള സ്പെസിമെൻ എന്ത് ചെയ്യുന്നു, ഇരിക്കുന്നു. അതിനെയാണ് ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ഇമേജ് എന്ന് പറഞ്ഞാൽ ബ്രൈറ്റ് ആയിരിക്കും, അവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഡാർക്ക് ആയിരിക്കും. ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പിൻ്റെ മറ്റൊരു പേരാണ് അൾട്രാ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ദേ ആർ ദി മോഡിഫൈഡ് ടൈപ്പ് ഓഫ് ലൈറ്റ് മൈക്രോസ്കോപ്പ് ഇൻ വിച്ച് ദ ഒബ്ജക്റ്റ് ഈസ് ഇലൂമിനേറ്റഡ് അഗെയിൻസ്റ്റ് ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് ബൈ സ്കാറ്ററിങ് ദി ലൈറ്റ് റൈസ്. അതായത് ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിലാണ് ഒബ്ജക്റ്റിനെ നമ്മൾ ഇലുമിനേറ്റ് ചെയ്യുന്നത്. ഇവിടെ ലൈറ്റ് റൈസ് എന്ന് പറയുന്നത് സ്കാറ്റർ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്, അതായത് നമ്മുടെ സ്പെസിമെനിൽ തട്ടി തെറിച്ച് പോവുക. ഓക്കെ, സോ ദ ഒബ്ജക്റ്റ് മേ അപ്പിയർ ബ്രില്യൻ്റ്ലി ബ്രൈറ്റ്. ഇവിടുത്തെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ബ്രൈറ്റ് ആയിരിക്കും, ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഡാർക്ക് ആയിരിക്കും. അതാണ് ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ്. ഇനി ഈ ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് ടു ഇംപ്രൂവ് വിസിബിലിറ്റി ആൻഡ് ദ അപ്പാരൻറ്റ് റെസൊല്യൂഷൻ ഓഫ് ദ സ്പെസിമെൻ്റെ റെസൊല്യൂഷൻ, വിസിബിലിറ്റി, ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നത്. ദേ ആർ എസ്പെഷ്യലി ഇമ്പോർട്ടൻറ്റ് ഫോർ ഒബ്സർവിങ് ട്രാൻസ്പാരൻറ്റ്, സെമി ട്രാൻസ്പാരൻറ്റ് ഒബ്ജക്റ്റ് ദാറ്റ് ആർ നോട്ട് റെഡിലി വിസിബിൾ ഇൻ ബ്രൈറ്റ് ബാക്ക്ഗ്രൗണ്ട്. അതായത് ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പിൽ നമ്മൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റാത്ത സെമി ട്രാൻസ്പാരൻറ്റ് ആൻഡ് ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റിനെയൊക്കെ ഒബ്സർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ്. ഓർഡിനറി ലൈറ്റ് മൈക്രോസ്കോപ്പ് ക്യാൻ ബി എക്യുപ്ഡ് ഫോർ ഡാർക്ക് ഫീൽഡ് ഇലൂമിനേഷൻ. അതായത് നമ്മൾ ലൈറ്റ് മൈക്രോസ്കോപ്പ് പഠിച്ചിട്ടുണ്ട് പാർട്ട് 2ലും ഇതിന് മുന്നത്തെ പാർട്ടിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ലൈറ്റ് മൈക്രോസ്കോപ്പ്. ഈ ലൈറ്റ് മൈക്രോസ്കോപ്പിനെ നമുക്ക് ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ് ആക്കാം. അതായത് ഡാർക്ക് ഫീൽഡ് ഇലൂമിനേഷന് വേണ്ടിയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. എങ്ങനെയാണെന്ന് നോക്കാം. ബൈ റീപ്ലേസിങ് ഓർഡിനറി കണ്ടൻസർ ബൈ ഡാർക്ക് ഫീൽഡ് കണ്ടൻസർ. അതായത് നമ്മൾ പഠിച്ചതിൽ ലൈറ്റ് മൈക്രോസ്കോപ്പിൽ എന്തുണ്ടായിരുന്നു, ഒരു കണ്ടൻസർ ഉണ്ടായിരുന്നു, കണ്ടൻസർ ലെൻസ് ഉണ്ടായിരുന്നല്ലോ. അതായത് ലൈറ്റ് സോഴ്സിൽ നിന്നും ലൈറ്റിനെ കളക്ട് ചെയ്തിട്ട് ഒബ്ജക്റ്റിലോട്ട് ഡയറക്റ്റ്ലി ഫോക്കസ് ചെയ്യുന്ന കണ്ടൻസർ ലെൻസ് ഉണ്ടായിരുന്നു. ആ കണ്ടൻസർ ലെൻസിനെ നമ്മൾ എന്ത് ചെയ്യുക, റീപ്ലേസ് ചെയ്തിട്ട് പകരം അവിടെ ഒരു ഡാർക്ക് ഫീൽഡ് കണ്ടൻസറിനെ പ്ലേസ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒപ്പേക്ക് ആയിട്ടുള്ള ഒരു സെൻട്രൽ ഡിസ്ക് അല്ലെങ്കിൽ ഒരു ഡാർക്ക് സ്റ്റോപ്പർ വെക്കുക. ഓർഡിനറി കണ്ടൻസറിൻ്റെ സെൻറ്ററിലായിട്ട്, കണ്ടൻസറിൻ്റെ നടുവിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കണ്ടൻസർ കഴിഞ്ഞതിന് ശേഷം ഒരു ഒപ്പേക്ക് ആയിട്ടുള്ള ഒരു സെൻട്രൽ ഡിസ്ക് അല്ലെങ്കിൽ ഒരു ഡാർക്ക് സ്റ്റോപ്പർ പ്ലേസ് ചെയ്തിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓർഡിനറി ആയിട്ടുള്ള ഒരു ലൈറ്റ് മൈക്രോസ്കോപ്പിനെ നമുക്ക് ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ് അല്ലെങ്കിൽ ഡാർക്ക് ഫീൽഡ് ഇലൂമിനേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ഒന്നുകിൽ ഡാർക്ക് ഫീൽഡ് കണ്ടൻസർ വെക്കുക, അല്ലെങ്കിൽ ഒരു ഒപ്പേക്ക് സെൻട്രൽ ഡിസ്ക്, അല്ലെങ്കിൽ ഒരു ഡാർക്ക് സ്റ്റോപ്പർ പ്ലേസ് ചെയ്യുക. ഓക്കെ, ദെൻ ഇതാണ് ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പിൽ നമ്മൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന ഇമേജ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എന്താ, ബ്ലാക്ക് അഥവാ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടാണ്. അതിലിരിക്കുന്ന സ്പെസിമെൻ ഇമേജ് ഫോം ചെയ്തിട്ടുള്ളത് ബ്രൈറ്റ് ഇമേജാണ് ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിലിരിക്കുന്നത് ബ്രൈറ്റ് ആയിട്ടുള്ള സ്പെസിമെൻ, ഇറ്റ്സ് കോൾഡ് ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പിക് ഇമേജ്. ഓക്കെ, ദെൻ ഇനി ഇതിൻ്റെ ലൈറ്റ് റേസ് എങ്ങനെയാണ് അതിൻ്റെ പാത്ത് വേ അത് നോക്കാം നമുക്ക്. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, ലൈറ്റ് സോഴ്സിൽ നിന്ന് ലൈറ്റ്, അതായത് ലൈറ്റ് സോഴ്സാണ് ഈ കാണുന്നത്. ഈ ലൈറ്റ് സോഴ്സിൽ നിന്ന് ലൈറ്റ് എന്ത് ചെയ്യുന്നു, കണ്ടൻസർ ലെൻസിലോട്ട് എത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പ് പഠിച്ചവർക്ക് ഓർമ്മയുണ്ടാവും, കണ്ടൻസർ ലെൻസിലോട്ട് ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പിൽ എങ്ങനെയായിരുന്നു, ലൈറ്റ് സോഴ്സിൽ നിന്ന് കംപ്ലീറ്റ് ലൈറ്റും കണ്ടൻസർ ലെൻസിലോട്ട് എത്തുമായിരുന്നു. പക്ഷേ ഇവിടെ ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പിൽ അങ്ങനെയല്ല. ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പിലത്തെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ കണ്ടോ, ഒരു ഒപ്പേക്ക് ഡിസ്ക് ഉണ്ട്,
കണ്ടൻസർ ലെൻസിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഒരു ഒപ്പേക്ക് ഡിസ്ക് കണ്ടില്ലേ? ഈ ഒപ്പേക്ക് ഡിസ്ക് എന്ത് ചെയ്യുന്നു? ഈ ലൈറ്റ് സോഴ്സിൽ നിന്നും വരുന്ന ലൈറ്റ് റേസിൽ തന്നെ സെൻട്രൽ ലൈറ്റ് റേസ് ഉണ്ട്. സെൻറ്റർ പോർഷനിൽ കാണുന്ന ലൈറ്റ് റേസിനെ ഇവിടെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തും. ഒരു ഡാർക്ക് സ്റ്റോപ്പർ അല്ലെങ്കിൽ ഒരു ഒപ്പേക്ക് ഡിസ്ക് വെച്ചാൽ മതി എന്ന് പറഞ്ഞല്ലോ, ഡാർക്ക് ഇലൂമിനേഷന് വേണ്ടിയിട്ട്. അതാണ് ഈ ഇരിക്കുന്ന ഒപ്പേക്ക് ഡിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? ഈ സെൻട്രൽ ലൈറ്റ് റേസിനെ അവിടെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയിട്ട് സൈഡിലൂടെ പോകുന്ന ലൈറ്റ് റേസിനെ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? കണ്ടൻസർ ലെൻസിലോട്ട് കടത്തിവിടുന്നത്. ലൈറ്റ് സോഴ്സിൽ നിന്ന് സൈഡിലൂടെ പോകുന്ന ലൈറ്റ് റേസ് മാത്രമാണ് എത്തുന്നത്. അങ്ങനെ എന്ത് ചെയ്തു? അത് കണ്ടൻസർ ലെൻസിൽ എത്തിയതിന് ശേഷം അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? അവർ ഈ സൈഡത്തെ ലൈറ്റ് റേസ് എങ്ങോട്ടെത്തി? സ്പെസിമെനിലോട്ട് എത്തി. സ്ലൈഡിലിരിക്കുന്ന സ്പെസിമെനിലോട്ട് എത്തി. സാമ്പിൾ അഥവാ സ്പെസിമെനിലോട്ട് എത്തിക്കഴിഞ്ഞാൽ സ്കാറ്റേർഡ് ആയിട്ടുള്ള ലൈറ്റ് റേസ് ഉണ്ട്. നമ്മൾ പറഞ്ഞു സ്കാറ്റേർഡ് ലൈറ്റ് റേസ് വഴിയാണ് ഇവിടെ ഇമേജ് ഫോർമേഷൻ എന്ന് പറഞ്ഞു. സ്കാറ്റർ ചെയ്ത് പോകുന്ന ലൈറ്റ് റേസ് ആണ് ഈ കാണുന്നത്. സ്പെസിമെനിൽ തട്ടി തിരിച്ചു പോകുന്ന ലൈറ്റ് റേസ്. ഈ സ്കാറ്റേർഡ് ആയിട്ടുള്ള ലൈറ്റ് റേസ് ആണ് ഈ ഡോട്ടഡ് ലൈൻസ് വെച്ചിട്ട് നമുക്ക് കാണുന്നത് സ്കാറ്റേർഡ് ലൈറ്റ് എന്ന് പറഞ്ഞത്. ഈ സ്കാറ്റേർഡ് ലൈറ്റ് റേസ് ആണ് എന്ത് ചെയ്യുന്നത്? ഒബ്ജക്റ്റീവ് ലെൻസിലെത്തുന്നത്. ഒബ്ജക്റ്റീവ് ലെൻസ് എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് അല്ലെങ്കിൽ ഇനീഷ്യൽ ആയിട്ടുള്ള ഇമേജ് ഓഫ് ദി ഒബ്ജക്റ്റ് അവിടെ ഫോം ചെയ്യുന്നു. അതിനുശേഷം അത് ഒക്കുലാർ ലെൻസിലോട്ട് എത്തുന്നു. ഒക്കുലാർ ലെൻസിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ഫർദർ മാഗ്നിഫിക്കേഷൻ ഓഫ് ദി ഇമേജ് എന്ത് ഫോം ചെയ്തു. ദെൻ നമുക്ക് വ്യൂവേഴ്സ് ഐയിലൂടെ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും? ഒബ്സർവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ലൈറ്റ് സോഴ്സിൽ നിന്ന് സെൻട്രൽ ലൈറ്റ് റേസിന് ഒപ്പേക്ക് ഡിസ്ക് എന്ത് ചെയ്യുന്നു? അവിടെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തുന്നു. സൈഡ് റേസ് മാത്രമാണ് അതിലൂടെ പോകുന്നത് കണ്ടൻസർ ലെൻസിലൂടെ. അവർ സ്പെസിമെനിൽ തട്ടിയിട്ട് സ്കാറ്റേർഡ് ആയിട്ടുള്ള ലൈറ്റ് റേസ് മാത്രം ഒബ്ജക്റ്റീവ് ലെൻസിലൂടെ പോകുന്നു. ദെൻ അവരാണ് ഒക്കുലാർ ലെൻസിലൂടെ പോകുന്നത്. അങ്ങനെ ഇമേജിൻ്റെ ഫോർമേഷൻ അവിടെ നടക്കുന്നു. ലൈറ്റ് സോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇലുമിനേറ്റിംഗ് ലൈറ്റ്. സെൻട്രൽ ലൈറ്റ് റേസ് ആണ് സ്റ്റോപ്പ് ചെയ്യുന്നത് ബൈ ഒപ്പേക്ക് ഡിസ്ക്. ഓൺലി ഇത് സൈഡ് റേസ് എന്ത് ചെയ്യുന്നു? കണ്ടൻസർ ലെൻസിലൂടെ പാസ് ചെയ്യുന്നു. ഡാർക്ക് ഫീൽഡ് കണ്ടൻസർ എന്ത് ചെയ്യുന്നു? ഇലുമിനേറ്റ് ചെയ്യുന്നത് സ്പെസിമെനെ ഒബ്ലീക്ലി മാത്രമാണ് ഇലുമിനേറ്റ് ചെയ്യുന്നത്. അതായത് ചെരിഞ്ഞ് പോയിട്ടാണ് ഇലുമിനേറ്റ് ചെയ്യുന്നത് ആണല്ലോ. ചെരിഞ്ഞ് സൈഡിലൂടെ പോകുന്ന റേസ് മാത്രമാണല്ലോ സ്പെസിമെനിലോട്ട് അവസാനം എത്തുന്നത്. ദിസ് ഈസ് ബിക്കോസ് ഇറ്റ് പ്രിവെൻറ്റ്സ് ദി സെൻട്രൽ റേസ് ഫ്രം ദ മിറർ പാസിങ് ത്രൂ ഇറ്റ്. അതായത് സെൻട്രൽ റേസിന് എന്ത് ചെയ്യുന്നില്ല? ഒപ്പേക്ക് ഡിസ്ക് കണ്ടൻസറിലോട്ട് കടക്കാൻ വേണ്ടി അനുവദിക്കുന്നില്ല. അറ്റ് ദ സെയിം ടൈം അത് ഡിഫ്ലക്ട് ചെയ്യുന്നു പെരിഫറൽ റേസ് ഒബ്ലീക്ലി ഓൺ ടു ദ ട്രാൻസ്പാരൻറ്റ് സ്പെസിമെൻ ഫ്രം വേർ ദേ ഗെറ്റ് സ്റ്റാർട്ടഡ്. അതേ സമയം തന്നെ അവരെന്ത് ചെയ്യുന്നു? പെരിഫറൽ ആയിട്ടുള്ള റേസ് സൈഡിലൂടെ പോകുന്ന റേസിന് എന്ത് ചെയ്യുന്നു? സ്പെസിമെനിലോട്ട് കടത്തിവിടുന്നു. ഈ സ്കാറ്റേർഡ് ആയിട്ടുള്ള റേസ് ഫ്രം ദ സ്പെസിമെൻ, ആ സ്പെസിമെനിൽ നിന്ന് സ്കാറ്റേർഡ് ആയിട്ടുള്ള റേസ് എന്ത് ചെയ്യുന്നു? ഒബ്ജക്റ്റീവ് ലെൻസിലെത്തുന്നു, മേക്കിംഗ് ദ സ്പെസിമെൻ വിസിബിൾ ആസ് ബ്രൈറ്റ് എഗെയിൻസ്റ്റ് ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട്. അവിടെ എന്ത് ചെയ്യുന്നു? ഇമേജ് ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഇമേജ് ഫോം ചെയ്യുന്നു ഇൻ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, ഇതാണ് പാത്ത് ഓഫ് ലൈറ്റ് റേസ് എന്ന് പറയുന്നത്. അതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ് ഐഡിയലാണ് നമുക്ക് വ്യൂ ചെയ്യാൻ അൺസ്റ്റെയിൻഡ് ഒബ്ജക്ട്സിനെ. പിന്നെ ട്രാൻസ്പെറൻറ്റ്, അതുപോലെ തന്നെ ലൈറ്റിനെ അബ്സോർബ് ചെയ്യാത്ത അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രം ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്ന ഒബ്ജക്റ്റിനൊക്കെ നമുക്ക് നോക്കാൻ എന്ത് ഹെൽപ്ഫുള്ളാണ്? ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് വെരി സിമ്പിളാണ്, എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഫോർ ഒബ്സർവിങ് ലൈവ് ആൻഡ് അൺസ്റ്റെയിൻഡ് ബയോളജിക്കൽ സാമ്പിൾസിനെ ഒബ്സർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇത് ക്ലിയർലി ഷോ ചെയ്യുന്നു. ഈവൻ ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്റ്റിനെയും നമുക്ക് കാണാൻ പറ്റും. വെരി സിമ്പിൾ ടു സെറ്റപ്പ് എന്ന് പറയാം. പിന്നെ സാമ്പിൾ പ്രിപ്പറേഷൻ ഒന്നും ഇവിടെ ആവശ്യമില്ല. കാരണം ഇവർ അൺസ്റ്റെയിൻഡ് ആയിട്ടുള്ള ഒബ്ജക്ട്സിനെയാണല്ലോ വിഷ്വലൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലൈവ് സെൽസിൻ്റെ വ്യൂവിംഗ് ഒക്കെ ഇവിടെ നടക്കും. ഇവിടെ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മളിത് സ്റ്റഡി ഓഫ് മറൈൻ ഓർഗാനിസം സച്ച് ആസ് ആൽഗി, പ്ലാങ്ക്ടൺ, ഡയാറ്റംസ്, ഇൻസെക്ട്സ് ആസ് വെൽ ആസ് സം മിനറൽ, ക്രിസ്റ്റൽ ആൻഡ് തിൻ പോളിമേഴ്സ്. ഇതിൻ്റെയൊക്കെ സ്റ്റഡി നടത്തുന്നതിന് വേണ്ടി ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന് ഹൈ റെസൊല്യൂഷൻ പവറാണ് ഉള്ളത്. അത്രയും ക്ലാരിറ്റിയോട് നമുക്ക് ഇമേജ് കാണാൻ പറ്റും. നമ്മളിതിന് മുന്നത്തെ സ്ലൈഡിൽ കണ്ട ഒരു ഇമേജ്, ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള ഇമേജും ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട്. ഡിസഡ്വാൻറ്റേജസ് നോക്കാം. നോട്ട് ഓൺലി ദ സ്പെസിമെൻ ബട്ട് ഓൾസോ ഡസ്റ്റും മറ്റുള്ള പാർട്ടിക്കിൾസൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? സ്കാറ്റർ ചെയ്ത് കയറുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ അതിൻ്റെ കൂടെ നമുക്ക് ഒബ്സർവ് ചെയ്യും. അതായത് ലൈറ്റ് സ്കാറ്റേർഡ് ലൈറ്റ് റേസ് ആണല്ലോ ഒബ്ജക്റ്റീവ് ലെൻസിൽ എത്തിയിട്ട് നമ്മൾ ഇമേജ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ലൈറ്റ് മാത്രമല്ല സ്കാറ്റർ ചെയ്ത് പോകുന്നത്, ആ സ്പെസിമെൻ്റെ കൂടെ തന്നെ കുറേ ഡസ്റ്റ് പാർട്ടിക്കിൾസ്, നമുക്ക് ആവശ്യമില്ലാത്ത പാർട്ടിക്കിൾസൊക്കെ നമുക്ക് ഇമേജിൽ കാണും. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെ നമ്മൾ ഗ്ലാസ് ലൈറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അത് തറോലി ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ എടുക്കാവുള്ളൂ സ്പെസിമെൻ
സ്പെസിമെൻ ആക്കുന്നതിന്. കാരണം അവിടെ എക്സ്ട്രേനിയസ് ആയിട്ടുള്ള ഡസ്റ്റ്, ഡേർട്ട് പാർട്ടിക്കിൾസിനൊക്കെ കൂടുതൽ ലൈറ്റ് ഇമേജിൽ എടുത്ത് കാണിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇന്റേണൽ സ്ട്രക്ചേഴ്സ് ഓഫ് ദി ഓർഗാനിസം നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റില്ല. കാരണം ലൈറ്റ് എന്താണ്, സ്പെസിമെനിൽ തട്ടി തെറിച്ചു പോവാണ്, അല്ലാതെ സ്പെസിമെൻ്റെ ഉള്ളിലൂടെ പാസ് ചെയ്യുന്നില്ല. റാദർ ദാൻ ത്രൂ ദി ഓർഗാനിസം അല്ല, അതിൻ്റെ സറൗണ്ടിങ്സിൽ അല്ലെങ്കിൽ എറൗണ്ട് ദി ഓർഗാനിസമാണ് ലൈറ്റിൻ്റെ പാസേജ് എന്ന് പറഞ്ഞത്. അപ്പം നമുക്ക് ഇൻറ്റേർണൽ സ്ട്രക്ചേഴ്സ് അവിടെ സ്റ്റഡി ചെയ്യാൻ പറ്റുമോ? ഇല്ല. സംടൈം സ്ട്രോങ് ഇലൂമിനേഷൻ ഇവിടെ ആവശ്യമായിട്ട് വരും ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പിൽ. അങ്ങനെ ആവശ്യമായിട്ട് വരുന്ന സമയത്ത് അത് സ്പെസിമെനെ ഡാമേജ് ചെയ്യിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത്രയും ഡിസഡ്വാൻറ്റേജസ് ആണ് ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പിന് ഉള്ളത്. പിന്നെ ഒരു ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ ഒരു ഡാർക്ക്, ഞാനല്ലേ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു ഡാർക്ക് റൂമിൽ, ഞാനിപ്പോൾ ഒരു ഡാർക്ക് റൂമിൽ നിൽക്കുകയാണ്. ആ നിൽക്കുന്ന സമയത്ത് എൻ്റെ ദേഹത്ത് മാത്രം ലൈറ്റ് റേസ് വന്നിട്ട് പതിക്കുക. ആ സമയത്ത് ഡാർക്ക് റൂമിൽ എന്ത് ചെയ്യുന്നു, ഞാൻ ബ്രൈറ്റായിട്ട് വിസിബിൾ ആവുന്നു. ഓക്കെ, ഒരു ഡാർക്ക് റൂമിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് എൻ്റെ ദേഹത്തോട്ട് മാത്രം ലൈറ്റ് റേസ് വന്ന് പതിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഒരു ഡാർക്ക് റൂമിൽ ഞാൻ മാത്രം ബ്രൈറ്റായിട്ട് വിസിബിൾ ആവുന്നു നിങ്ങൾക്ക്. അതാണ് സിമ്പിളായിട്ടുള്ളൊരു കോൺസെപ്റ്റ്. ഇത്രയാണ് ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പിൽ പറയാനുള്ളത്. മനസ്സിലാൻ വേണ്ടി പറഞ്ഞത് മാത്രം. പിന്നെ അതിൻ്റെ മുന്നത്തെ പാർട്സൊക്കെ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. മൈക്രോസ്കോപ്പിയുടേത് 3ാമത്തെ പാർട്ടാണ്. അപ്പോൾ മുൻപത്തെ പാർട്ടിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് കണ്ടിട്ട് ഇത് വന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ കൂടുതൽ മനസ്സിലാകും. കാരണം കണ്ടിന്യൂവേഷൻ ആണ്. ഓക്കെ, താങ്ക് യു.